He's gonna charge us. Oh, please go, please go. കാടിനെ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ചിട്ടുള്ള നാഗർഹോളയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് JLR നടത്തുന്ന 3 മണിക്കൂർ സഫാരിയിലാണ് നമ്മളുള്ളത്. JLR നടത്തുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു സഫാരി ഓപ്ഷൻ കൂടിയാണിത്. അപ്പോൾ നമുക്ക് നാഗർഹോളയിലെ നാനാച്ചി ഗേറ്റിൽ നിന്നാണ് ഈ സഫാരി ആരംഭിക്കുന്നത്. നമ്മളാണെങ്കിൽ ഫുൾ ഫാമിലി ആയിട്ടുള്ളത്, വൈഫും കുട്ടികളുമൊക്കെ. കുട്ടികൾക്ക് സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റും കാഴ്ചകളൊക്കെ കാണാമല്ലോ, ഈ തവണയെങ്കിലും കടുവേനെ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിട്ടാണ് കുട്ടികളാണല്ലോ ഇറങ്ങിയിട്ടുള്ളത്. വെള്ളത്തിൽ കിടക്കുന്നുണ്ട് എല്ലാം കൂടെ. Inside the water you can see the samba deer. Because of hot they are taking the dip. It's not normal to see them in the water. See lots of them there. നമ്മളെ കണ്ടിട്ട് പേടിച്ചിട്ട്. അത് വിസ്ലിംഗ് ഡക്ക്. എത്ര മനോഹരമായ വിഷ്വൽസ് ആണെന്ന് നോക്കിയേ. സാമ്പാർ ഡിയറും നമ്മൾ മലയാളത്തിൽ എരണ്ട എന്ന് വിളിക്കുന്ന വിസ്ലിംഗ് ഡക്സുമാണ് ഫ്രെയിമിലുള്ളത്. അപ്പോൾ ഈ സാമ്പാർ ഡിയർ വെള്ളത്തിൽ കൂടെ നടന്ന് ചൂട് മാറ്റുക എന്നുള്ളതിലുപരിയായിട്ട് അവിടെ തീറ്റ കൊണ്ട് കേട്ടോ ഇഷ്ടം പോലെ. പായലും ഈ ആമ്പലിൻ്റെയൊക്കെ തണ്ടൊക്കെ പറിച്ച് തിന്നുന്നുണ്ട് ആൾ. Yes. വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ നീലഗിരി ബയോസ്ഫിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനകളെ കാണാൻ കിട്ടുന്നത് നമുക്ക് ഈ നാഗർഹോളയിൽ നാനാച്ചിയിലാണ്. ഇപ്പോൾ കബിനി സഫാരിയിൽ പോലും നമുക്ക് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ അധികം ആനകളെ കാണാൻ കിട്ടില്ല, അവിടെ ഫുള്ള് ഡ്രൈ ആയി കിടക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഈ ഏപ്രിൽ മാസമായിട്ടും ഈ കാട് പച്ചപ്പായി ഇഷ്ടം പോലെ പുല്ലും വെള്ളവും ഒക്കെ ഉള്ളതുകൊണ്ട് ആനയും കാട്ടുപോത്തുകളൊക്കെ കൂടുതൽ ഈ ഏരിയയിലേക്ക് മൂവ് ചെയ്ത് വരുവേ. അങ്ങനെ നിൽക്കുന്ന എടുത്തെടുത്ത് പോ. അതെ കാട്ടുപോത്ത് നിൽക്കുന്ന സാറാ. അവിടെ 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 ഭയങ്കര ഓട്ടമാണല്ലോ പന്നി.
നമ്മൾ കാട്ടുപോത്തെന്നും കാട്ടിന്നും ഒക്കെ പറയുന്ന ഇന്ത്യൻ വൈൽഡ് ഗോറാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ആ കറുപ്പ് കൂടിയിട്ട് ഏറ്റവും മഫിലനായിട്ടുള്ള ആളാണ് കേട്ടോ മെയിൽ. അവൻ്റെ വലിപ്പം നോക്കിയേ, ഏകദേശം ഒരു 1.5 ടണ്ണോളൊക്കെ വെയിറ്റ് ഉണ്ട് അവനെ. നമ്മൾ ഈ ആനകളുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കാട്ടുപോത്തുകളും ഫീമെയിലും കുട്ടികളും എല്ലാവരും കൂട്ടമായിട്ടാണ് നടക്കാറുള്ളത്. അതേസമയം കാട്ടുപോത്തുകൾ ഒറ്റ തിരിഞ്ഞാണ് നടക്കാറുള്ളത്. അപ്പോൾ ഈ ഫീമെയിലിൽ ആരെങ്കിലും മേറ്റിങ്ങിനൊക്കെ ടൈം ആകുമ്പോഴത്തേക്കാണ് ഇവർ ഈ കൂട്ടത്തോട് ചേരാറുള്ളത്. അപ്പോൾ ഒന്നിൽ കൂടുതലൊക്കെ കാട്ടുപോത്തുകൾ ആ ഏരിയയിലുണ്ടെങ്കിൽ അവർ കുത്തുകൂടിയിട്ട് അതിൽ ആരാണോ ജയിക്കുന്നത് അവർക്കാണ് ഈ കൂട്ടത്തിൽ ചേരാൻ പറ്റുന്നത്. അങ്ങനെ ഒരു കുത്തുകൂടലൊക്കെ നമ്മൾ എടപ്പാളയം വാച്ച് ടവറിൽ സ്റ്റേ ചെയ്തപ്പം രാത്രിയിൽ അതിൻ്റെ ശബ്ദം കേൾക്കുകയും അങ്ങനെ ആ വിജയിച്ച ആളെയൊക്കെ നമ്മൾ പിറ്റേന്ന് രാവിലെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. ഇത്ര വേനൽ കടുത്തിട്ടും ഈ നാനാച്ചി ഏരിയയിലുള്ള വാട്ടർ ബോഡീസ്, അത് നാച്ചുറൽ വാട്ടർ ബോഡീസാണ്. ഇവിടെയെല്ലാം ഇഷ്ടംപോലെ വെള്ളവും തീറ്റയും ഉള്ളതുകൊണ്ടായിരിക്കാം ഇവിടെ വിസിലിംഗ് ഡക്സും മറ്റ് ജീവജാലങ്ങളെല്ലാം ഇഷ്ടംപോലെ ഈ വാട്ടർ ബോഡീസിനോട് ചേർന്ന് കാണുന്നത്. ഇല്ല, വേറെ റൂട്ടിൽ പോവാം. Wow. നല്ല തലയെടുപ്പൊക്കെ ഉള്ളൊരു കിടിലൻ ആനക്കൊമ്പനാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ആളത്ര ശരിയല്ലെന്ന് തോന്നുന്നു. അവൻ്റെ കയ്യിലിരിപ്പ് ഇത്ര മോശമായതുകൊണ്ടായിരിക്കും. അവൻ്റെ ചെവിയൊക്കെ കണ്ടില്ലേ, കുറേ മുറിഞ്ഞിട്ടുള്ളത്. വാലാണേലും മുറിവാലനാണ്. അപ്പോൾ ഇത്തിരി വഴക്കൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളത്. വേറെ ആനകളൊക്കെ ആയിട്ട് കുത്തുകൂടുമ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെ മുറിവുകളും ഇങ്ങനെയൊക്കെ അംഗഭംഗമൊക്കെ വരാറുള്ളത്. എന്തായാലും ആളൊരു ഗജ കേസരി തന്നെയാണ്. നമ്മളെ വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അത്ര പ്രശ്നക്കാരല്ലാന്ന് തോന്നിയുകൊണ്ടും സ്ഥിരമായി സഫാരി വാഹനങ്ങളൊക്കെ കാണുന്നതുകൊണ്ടും ആയിരിക്കാം അവൻ വലിയ കാര്യമായ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. വേറെ ഒരു സഫാരി വാഹനം ആനയെ കണ്ടിട്ട് അവിടെ കൊണ്ട് നിർത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ അവരുടെ നേരെ തിരിഞ്ഞേ. നമ്മുടെ നേരെ നോക്കി നിന്നിരുന്ന ആനയാണ്. പെട്ടെന്ന് അവരെ കണ്ടപ്പോഴത്തേക്കും ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടേക്കായി. ആനകൾ ಬೈಸನ್ ಕಾಲ್ ಬತ್ತಂತಲ್ಲ ಇಲ್ಲಿ
നമ്മുടെ ഈ നാനാജി സഫാരിയുടെ എപ്പിസോഡ് എന്താണല്ലോ ആനപ്രേമികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ മുന്നിലേക്ക് രണ്ടാമത്തെ സെറ്റ് ആനക്കൂട്ടമാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കൂട്ടത്തിലും ആനക്കൊമ്പന്മാരുണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിച്ചോ നിങ്ങൾ? അപ്പോൾ ഒരു ആനക്കൊമ്പനെ നമ്മൾ കണ്ടുവെങ്കിലും അവൻ സെപ്പറേറ്റ് ആയിട്ട് ഒറ്റ തിരിഞ്ഞ് നടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിലേക്ക് ആനക്കൊമ്പന്മാർ കയറുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആന മേറ്റിങ്ങിന് തയ്യാറാവുമ്പോൾ മാത്രമാണ് ഇവർ കൂട്ടത്തോട് ചേരുക. അതും സ്വന്തം കുടുംബത്തിലേക്ക് ആനക്കൊമ്പന്മാരെ ആ കൂട്ടം അടുപ്പിക്കാറും ഇല്ലെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് ആനകൾ. അപ്പോൾ ഈ കൗമാരപ്രായം എത്തിക്കഴിഞ്ഞാൽ കൊമ്പന്മാരെ എല്ലാം ഈ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കും. അത് സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ അവർ ഇണ ചേരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരിങ്ങനെ ഒറ്റ തിരിഞ്ഞ് കുറേ കാലം ഇങ്ങനെ നടന്ന് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും പിന്നെ വേറൊരു ആനക്കൂട്ടത്തോട് ചേർന്ന് അവരവിടെ ഇണ ചേരുക ചെയ്യുക. അപ്പോൾ ഈ ഇണ ചേരണമെങ്കിൽ തന്നെ നമ്മൾ മുന്നേ കാട്ടുപോത്തിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെയാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കൊമ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ കുത്തുകൂടി ജയിച്ചിട്ട് വേണം ഈ ഇണകളുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ആനക്കൂട്ടത്തിൽ ചേരാൻ വേണ്ടിയിട്ട്. ഈ ആനകളെക്കുറിച്ച് പഠനം നടത്തുന്നവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊമ്പന്മാർ എന്നേലൊരു കാലഘട്ടത്തിൽ സ്വന്തം കൂട്ടത്തിലേക്ക് വരും. അവർ ജസ്റ്റ് വന്ന് ഒന്ന് സ്നേഹപ്രകടനമൊക്കെ നടത്തി തിരിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും ആനകൾ സ്വന്തം കൂട്ടത്തെ മറക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. Maybe Tusker. Not Tusker. Don't stop, go. No, he will deal with it. Don't worry. Be careful, huh? എനിക്ക് ദേഷ്യം വന്നിട്ടുള്ള നീ പേടിക്കണ്ട, അത് പ്രൊഫഷണൽ ആയിട്ടുള്ളവരെ ഡ്രൈവർമാർ. കുത്തിയില്ല എന്നെ. Yeah, elephant in the water. That same Tusker. നമ്മൾ മുന്നേ കണ്ട അതേ കൊമ്പൻ തന്നെയാണ് ആ മുറിവാലൻ. അപ്പോൾ ആൾ ദേഹമൊക്കെ തണുപ്പിക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കുവാണ് ഈ വെള്ളത്തിൽ. ആ ആനക്കൊമ്പൻ ഇറക്കി വിട്ട വെള്ളത്തിൽ കുറേ വിസിലിൻഡെക്സ് നീന്തി കളിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യത്തിന് തീറ്റ കിട്ടുമായിരിക്കും ഈ ഇളകിയ വെള്ളത്തിൽ. ഏട്ടാ ഭയങ്കര, ഇവൻ ഈ വെള്ളത്തിൽ തന്നെ അപ്പിയിടാൻ തോന്നിയത്. അവൻ്റെ ഒരു കുരുത്തക്കേട് നോക്കി. സൈഡിൽ കൂടെ കുറേ മൈനുകളും മുങ്ങി കുളിക്കുന്നുണ്ട് വെള്ളത്തിൽ. ഒരു രസകരമായ വസ്തുത കൂടി ഇവിടെ പറയാവേ.
ആനക്കൊമ്പന്മാരിൽ അവരുടെ വൃഷണങ്ങൾ മറ്റ് സസ്തനികളിലെ പോലെ സഞ്ചികളിലായിട്ട് ശരീരത്തിൻ്റെ പുറത്തേക്ക് തള്ളിയല്ല ഉണ്ടാവുക. അവരുടെ ആ ആന്തരികാവയവങ്ങളൊക്കെ പോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. നമുക്ക് പുറമേക്ക് കാണാൻ സാധിക്കുകയല്ല ഇവരുടെ വൃഷണ സഞ്ചികൾ. എന്തായാലും അവൻ ഉടനെ ഒന്നും കയറിപ്പോകാനുള്ള ഭാവമില്ലേ. അവൻ എന്തായാലും നമ്മളെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു കാല് പൊക്കി പിടിച്ച് നിൽക്കുന്നുണ്ടോ, അതിൽ ഇവൻ ഈ ചുറ്റുവട്ടത്തുള്ള ശബ്ദവും സ്പന്ദനവും എല്ലാം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നതാണ്. Wow, he's training. Try and put some water over his back. Just to pull him down. ആനകൾക്ക് നമ്മളെപ്പോലെ വേർപ്പ് ഗ്രന്ഥികളില്ല എന്നുള്ള കാര്യം നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ആന ദേഹത്തേക്ക് വെള്ളമൊക്കെ കോരി ഒഴിക്കുകയും വെള്ളത്തിൽ കുറേ നേരം പോയി നിൽക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം വലിഞ്ഞു പോകാതിരിക്കാനായിട്ട് ദേഹത്തേക്കൊരു മഡ് ബാത്ത് അവന് നിർബന്ധമാണ്. അപ്പോൾ ഇനി അവന് ഈ വെള്ളത്തിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ നമുക്കൊരു മഡ് ബാത്ത് പ്രതീക്ഷിക്കാവേ. ಇವತ್ತಾರು ವಯಸ್ಸಣ್ಣ ಇಲ್ಲಿಗೆ ಜೋರ್ ಮಳೆ ಐತಂದ್ರೆ ಆಟೋಮೆಟಿಕ್ ಸೆಟ್ಟಿಂಗ್ ಆಗ್ಬಿಡುತ್ತೆ ಬಂದು. ಬಟ್ ನೋಡಕ್ಕೆ ಆಪ್ಷನ್ ಸಿಕ್ಕಲ್ಲ, ಎಲ್ಲ ಪ್ಯಾಚ್ಗಳು ನೋಡಿರ್ತಾರಲ್ಲ. ಸಂದೀಪ್ ಬಂದಿಲ್ಲಿ ಕ್ಯಾಮ್ರಾ ತುರ್ತಾರೆ ಪರವಾಗಿಲ್ಲ ಅಂತ ಸಿಗಲ್ಲ. ಮನೆಗೆ ಹೋಗಿ ಇನ್ನೊಂದ್ಸರಿ ಸ್ನಾನ ಮಾಡ್ತೀನಿ. ಮೂಗು ಫೈಟಿಂಗಲ್ಲಿ ಮೂಗು ಡ್ಯಾಮೇಜ್ Katu. ಅದೇನೆ ಮೂಗ. ಅರವಿಂದ್ ಕತ್ತಿ ಗೊತ್ತಲ್ಲ, ಅರವಿಂದ್ ಮೂಗು ಡ್ಯಾಮೇಜ್ ಆಗಿದೆ. ರೀಸೆಂಟಾಗಿ ಇನ್ನೊಂದು ಸೆಟ್ಟಿಂಗ್ ಆಗಿದೆ, ಇದಕ್ಕಿಂತಲೂ ಡಾಮಿನೇಟ್ ಇದೆ. ಈಗ ಲಾಸ್ಟ್ 3 days ಬೇಕಾಗಿದೆ ಮೇಲೆ ಸೈಜ್ ಇದೆ. ಮೇಲೆ ಅದೇನಾದ್ರು ಬಂದರೆ ಇದು ಹೊಂಟದು ಬರಲ್ಲ ಅಂತ ಟೆರಿಟರಿ ಬಿಟ್ಟು ಯಾವ ಕಡೆ ಸೈಡ್ ಮೇನ್ ರೋಡ್ ಮುಂದೆ ಬಂದ್ರೆ ನಾವು ಬೆಳಗ್ಗೆ ರೋರಿಂಗ್ ಕಂಟಿನ್ಯೂಸ್ ಕಾಲು ಬಟ್ ಆಚೆ ಬರಲಿಲ್ಲ. ಅಲ್ಲೇ ಮಲಗಿದೀವೋ ರೋಡ್ ಕ್ರಾಸ್ ಆಗಿ ಬೈಸನ್ ರೋಡ್ ಹೋಗಿದೆ ಗೊತ್ತಿಲ್ಲ. ಅದೇ ಅಂತ ಗಂಟೆ ಲೆಪರ್ಡ್ ಓಡಾಡ್ತದಿಲ್ಲಿ ಗುಡ್ಡಾಡಿಗೆ 2 ಸರಿ ಹಿಡ್ದಾಕನ್ನದ ಲೆಪರ್ಡ ಇಲ್ಲ. ಆ ಕಡೆ ಮೆಸೇಜ್ ಬರಲ್ಲ ನನಗೆ. ಹಾಂ ಅದು ನೆಟ್ವರ್ಕ್ ಹಾಕ್ಸಿದ್ದು ಇಲ್ಲಿಗೆ ಹೊಸದಾಗಿ. The tusker is taking the mud bath. You can see the tusker.
ವೆರಿ ನೈಸ್. ಏನಕ್ಕೆ ಸರ್ ರೀಸನ್? This very hard skin, his body is not a sweating. That's why they also cooling self in a mud bath. This any bathing also when coming out also suddenly mud bath. ആമേനെ കണ്ടോ? ടോർട്ടോയ്സിനെ കണ്ടോ? കണ്ടോ? ಮುಂಚೆ ಕಡಿಮೆ ಏನಿಲ್ಲ ಬೈರ ಸಿಗುತ್ತಾ ರೆಡಿ ಆಯ್ತಾ ಫುಲ್ಲು ಮೂಮೆಂಟ್ ಆಗಿದ್ರ ಬೆಳಿಗ್ಗೆ ಮೂಮೆಂಟ್ ಆಗಿತ್ತಲ್ಲ ಬೆಳಿಗ್ಗೆ ಹೋಗಿಲ್ಲ ಕಾಲ್ ಈ ಕಡೆ ರೆಗ್ಯುಲರ್ ಇತ್ತಲ್ಲ ಕಂಟಿನ್ಯೂಸ್ ಕಾಲ್ ಈ ಸೈಡ್ ಸಮಥಿಂಗ್ ಇಸ್ ಕ್ರಾಸ್ ಇನ್ ಟೈಗರ್ ಆರ್ ಲೆಪರ್ಡ್ Just crossed? Yeah, this one is make noise, no? That's got a deer call and looking also this way only. Tiger road. Peacock entry ಆಗಿದೆ ಕೆಂಗೇಟ ಇದೇ ಕೊಡ್ತಾ ಇದೆ ಈ ಡಿಯರ್ ಕೊಡ್ತಾ ಇದೆ ಇಲ್ಲ ಮೂವ್ಮೆಂಟ್ ಇರಬೇಕು ಡೈರೆಕ್ಷನ್ ಆಗ್ತಾ ಇದೆ ಈ ಕಡೆ ಬರ್ತಾ ಇದೆ See, all deer running away. That means something is there. Running away. See, see, all are running away. Something is there. Just keep quiet. സ്പോട്ടഡ് ഡിയസിൻ്റെ അലാം കോളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഒരു ടൈഗറിനെ പ്രതീക്ഷിച്ച് കുറച്ചധികം നേരമായി നിൽക്കുന്നത്. അപ്പോഴത്തേക്കും പതിയെ മഴ ചാറാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ശക്തി പ്രാപിച്ച് വരുവാണ് ഇവിടെ. അപ്പോൾ ഇത് ഏപ്രിൽ മാസം നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കൊല്ലം വേനൽ മഴയൊന്നും കിട്ടാണ്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് കാടിൻ്റെ നടുക്ക് വെച്ച് നമുക്കൊരു വേനൽ മഴ കിട്ടിയത്. വളരെയധികം സന്തോഷമായി കേട്ടോ ഈ കാട്ടിലെ മഴ കാണാൻ വേണ്ടിയിട്ട്. അതും ഈ കൊല്ലത്തെ ആദ്യത്തെ മഴ. That field with forest.
പൊക്കിക്കോ. ഏത് വേണോ? പിടിക്കൂടി അങ്ങനെ. ಗಾಡಿ ನಂಬರ್ ಎಂಟ್ರಿ ಮಾಡ್ತೀವಿ. ಗಾಡಿ Lots of big fish. Yeah. Vinay, tiger name? Which name? It's not easy to identify. This Male or female? Male. male. Look like male, right? Looking for male, but it's not sure. Uh-huh. Yeah, yeah. വാവ്, എന്താ വിഷ്വൽസ് എന്ന് നോക്കി. നമ്മളിത് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ മഴ കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു മെയിൽ ടൈഗറിനെ തന്നെയാണ് നമ്മുടെ മുന്നിൽ കിട്ടിയേക്കുന്നത്. അവന് ഒരു പുല്ലിൻ്റെ ഇടയ്ക്ക് കിടക്കുവാണ്. ಹೌದಾ? അവനൊന്ന് എണീക്കുന്നതും കാത്താണ് നമ്മൾ കുറേ നേരമായി വെയിറ്റ് ചെയ്യണേ. പക്ഷേ അവൻ എണീക്കുന്ന ഭാവമൊന്നും കാണുന്നുമില്ല. മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കിടക്കുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അവൻ നമ്മളെയും വാച്ച് ചെയ്യുന്നുണ്ടേ. അങ്ങനെ നമ്മൾ കുറേ നേരം കാത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പതിയെ എണീറ്റ് നടക്കാൻ തുടങ്ങി വേറൊരു സൈഡിലേക്ക്. ಬರ್ಲಿ ಹೊರಗಡೆ ಬರ್ಲಿ ಕೂತ್ಕೊಳ್ಳಿ, ಕೆಳಕ್ಕೆ ಹೋಗ್ಬಿಡಿ. വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്ത് ഞാൻ കിടക്കുക ചെയ്തു കേട്ടോ. ഈ കടുവേനെ കാണാൻ എന്താ ഇത്ര എക്സൈറ്റ്മെൻ്റ് എന്ന് ചോദിക്കുന്നവരോട്, ഈ കടുവേനെ കാണാൻ അത്ര എളുപ്പമല്ല കേട്ടോ കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ. അതായത് ഈ കടുവകൾ ഏകദേശം ഒരു 40 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ആൺകടുവയെ കാണുള്ളൂ. പെൺകടുവകൾ ചിലപ്പോൾ 1-2 എണ്ണം കണ്ടേക്കാം. എന്നാലും ഒരു ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഒരു കടുവയുള്ളത്. ആ ഒരു കടുവേനെ നമ്മൾ കറക്റ്റ് ചെല്ലുന്ന സമയത്ത് കാണാൻ കിട്ടുക എന്നുള്ള വലിയൊരു ഭാഗ്യം തന്നെയാണ്. ಕೇಳಿದ್ರು ವರ್ಷ ಚೇಂಜ್ ಗೊತ್ತಿಲ್ಲ ಅಂತಾರೆ. ನೋಡ್ತಾ കടുവകൾ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് ഇര പിടിക്കാനൊക്കെ ആയിട്ട് രാത്രി സമയങ്ങളിലാണ്. പകൽ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ചൂടുള്ളപ്പോഴൊക്കെ ഇതേപോലെ ഏതെങ്കിലും ഒരു തണുപ്പുള്ളിടത്ത് പോയി കിടക്കാറാണ്. ഒറ്റയ്ക്കുള്ള ജീവിതം ബോറടിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് ഇവന് ഈ ഇരപിടുത്തം, പിന്നെ ഈ വിശ്രമം, റോന്തി ചുറ്റൽ, അവൻ്റെ അടയാളപ്പെടുത്തൽ, മൂത്രമൊക്കെ ഒഴിച്ച് അവൻ്റെ ഏരിയ ടെറിട്ടറി മാർക്കിങ്, ഇതൊക്കെ തന്നെയാണ് ഇവൻ്റെ സ്ഥിരം പരിപാടി. ഈ 10-40 കിലോമീറ്റർ റോന്തി ചുറ്റി ടെറിട്ടറി മാർക്ക് ചെയ്ത് വേറെ ഏതെങ്കിലും കടുവ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. ഇതിൻ്റെ ഇടയ്ക്ക് ബോറടിക്കാൻ എവിടെയാണ് ടൈം അവന്. കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിലോട്ടൊക്കെ ഒരു ട്രിപ്പ് വന്നിട്ട് ഒരു ഫോറസ്റ്റ് സഫാരി എടുക്കണം എന്നാണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് കുട്ടയ്ക്കടുത്തുള്ള നാനാച്ചി ഫോറസ്റ്റ് സഫാരി. അതും ഈ JLRൻ്റെ പാക്കേജിന് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് 3 മണിക്കൂർ ഫോറസ്റ്റ് സഫാരിയാണ്. അതിന് ചാർജ് ചെയ്യുന്നത് ഒരാൾക്ക് 2242 രൂപയാണ്.
അപ്പോൾ ഫോറസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ആസ്വദിക്കണം എന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ പാക്കേജ് തന്നെയാണ് കേട്ടോ ഈ JLRൻ്റെ 3 മണിക്കൂർ ജിപ്സി സഫാരി. അപ്പോൾ ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഉച്ച കഴിഞ്ഞത്തെ സഫാരി തുടങ്ങുന്നത് 3 മണിക്കാണ്. 6 മണി വരെയാണ് സഫാരി ടൈം ഉള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ ടൈം കഴിയാനായി. അപ്പോൾ ടൈഗറിന് നല്ലൊരു സൈറ്റിംഗ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മളിങ്ങനെ കാത്തു കിടക്കുന്നത്. നമ്മൾ ഈ സഫാരി വെച്ച് പരിചയപ്പെട്ടാണ് ഇവരെ. ലണ്ടനിൽ നിന്ന് ആൾ ഫോറസ്റ്റൊക്കെ ഇഷ്ടമായതുകൊണ്ട് ആളുടെ തമിഴ് ഫ്രണ്ടുമായിട്ട് അവർ ഒന്നിച്ച് വന്നതാണ് ഇങ്ങോട്ടേക്ക്. പിന്നെ ഉള്ളത് ബാംഗ്ലൂരിൽ നിന്നുള്ള കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സാണ് ഫ്രണ്ടിലിരിക്കുന്നത്. ഓക്കെ ഓക്കെ. Kombat, yes, kombat. Please don't stop. Oh, please don't stop. Oh, it's going to charge us. He's gonna charge Oh, us. please go, please go. He's gonna charge us. Please go. Oh. Oh, please go. Again, the show is over again. നമ്മൾ ആ കടുവേനെ കാത്തു കിടന്ന് കുറച്ച് ലേറ്റായി. സഫാരിയുടെ ടൈം കഴിഞ്ഞു. അപ്പോൾ വിനയാണ് ഡ്രൈവർ. ആൾ കത്തിച്ച് വിടുവാണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സഫാരിയിൽ കുറച്ച് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തരാനാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്കായിട്ട് കാണുന്നതിന് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.